ചേന എടുക്കുമ്പോൾ കൈ ഒറിയാതിരിക്കാൻ ശകലം വെളിച്ചെണ്ണ എടുത്ത് തൂത്താൽ മതി. അപ്പോൾ ചൊറിയത്തില്ല. എന്നിട്ട് അരിഞ്ഞാൽ മതി. ഒരു കഷ്ണം മുറിച്ചടുപ്പിലിട്ടാൽ പിന്നെ ചൊറിയത്തില്ലെന്ന്. അതും കൊള്ളാം. വെണ്ടയ്ക്ക അരിയുമ്പോൾ കിളുകിളുപ്പ് മാറാനായിട്ട് ശകലം നാരങ്ങാ നീരൊഴിക്കുകയോ അതല്ലെങ്കിൽ ഇച്ചിരി വിനാഗിരി ഒഴിക്കുകയോ ചെയ്താൽ മതി. സാമ്പാർ വെക്കുമ്പോൾ പിന്നെ ശകലം നെയ്യും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കടുക് വറക്കണം. പച്ചമുളകും മുറിച്ചിടണം. നല്ല രുചി കിട്ടും. പൊടിയിടുന്നതിൽ നല്ലത് കട്ടക്കായം ചേർക്കുന്നത്. അത് ഇറച്ചി കഴുകുമ്പോൾ ഇറച്ചിക്കകത്ത് രക്തമയം എല്ലാം പോകാൻ വേണ്ടി നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിച്ച് കഴുകിയാൽ മതി. ഒരു ശകലം പോലും രക്തമയം കാണത്തില്ല. ഇറച്ചി മേടിക്കുമ്പോൾ നമ്മൾ ഒന്നിച്ചല്ലല്ലോ എടുത്ത് ഉപയോഗിക്കുന്നത്. അത് കുറേശ്ശെ എടുത്ത് ഓരോ കവറിനകത്താക്കി കെട്ടി വെച്ചിട്ട് അത് ഫ്രീസറിൽ വെക്കണം. അത് കഴിഞ്ഞ് എടുക്കാൻ നേരം പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ വേറൊരു പാത്രത്തിൽ ഇട്ട് വയ്ക്കുകയോ അതല്ലെങ്കിൽ ഉപ്പുകല്ല് ഇടുകയോ ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐസ് അലിഞ്ഞ് നമുക്കെടുത്ത് ഉപയോഗിക്കാം. മാവിനകത്ത് ശകലം നെയ്യ് ചേർത്ത് ചൂടുവാണെങ്കിൽ തൂത്ത് വരട്ടി ചൂടുവാണെങ്കിൽ നല്ല രുചി കിട്ടും. കല്ലിന് പെട്ടെന്ന് ഇളകി വരികയും ചെയ്യും. തിന്നാൻ നല്ല രുചി കിട്ടുകയും ചെയ്യും. മുട്ട പൊരിക്കുമ്പോൾ കൊച്ചുള്ളിയും പച്ചമുളകും ഇഞ്ചി കറിവേപ്പിലയും ചേർത്ത് ഇച്ചിരി പാലും ശകലം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നല്ലതായിട്ട് ഇളക്കിയിട്ട് മുട്ട പൊരിച്ചാൽ നല്ല ടേസ്റ്റ് കിട്ടും. മീൻ കഴുകുമ്പോൾ കയ്യിലെ വാട പോകാൻ ആ കുരുമുളകിൻ്റെ ഇല ഇട്ട് ഞെരുതി തൂത്ത് കഴിയാൽ മതി. ആ വാട അങ്ങ് മാറിക്കോളും. അപ്പോൾ ആ ഇലയുടെ മണമാകും കയ്യിൽ. കഴുകുമ്പോൾ മീനിൻ്റെ ഉളുമ്പ് പെട്ടെന്ന് പോകാൻ പുളി ഇട്ട് തോട്ടുപുളി ഇട്ട് നമ്മൾ കഴുകിയെടുത്താൽ മതി. നല്ലപോലെ മീൻ വെളുക്കുകയും ചെയ്യും. കല്ലുപ്പും കൂടി ഇട്ട് തേച്ച് കഴുകുക മതി. ഗ്രീൻ പീസോ പയറോ ചെറുപയറോ കടലയോ എന്തും ആയിക്കോട്ടെ, അത് നമ്മൾ തലേന്ന് വെള്ളത്തിലിടാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അന്നേ ദിവസം കുറച്ച് കുക്കറിനകത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് ആ കുക്കറിൻ്റെ മൂടി അതുപോലെ തന്നെ അടച്ചു വെച്ചാൽ നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞ് വേവിച്ചാൽ നല്ലതായിട്ട് വെന്ത് കിട്ടും. സവാള എടുത്തിട്ട് നമ്മുടെ കയ്യിലെ ആ ഒരു സ്മെല്ല് പോകാൻ കാപ്പിപ്പൊടി എടുത്തിട്ട് നമ്മുടെ കയ്യിലിട്ട് തിരുമിയാൽ മതി. ആ സ്മെല്ലങ്ങ് മാറും. മതി. നാരങ്ങ അച്ചാറിടുമ്പോൾ പിന്നെ ഈന്തപ്പഴത്തിൻ്റെ ശകലം കൂടെ മുറിച്ചിട്ടാൽ മതി. നല്ല രുചി കിട്ടും. 3-4 ഈന്തപ്പഴം ഇട്ട് അങ്ങോട്ട് വെച്ചാട്ട് നല്ലതായിട്ട് നമുക്ക് കൂട്ടാം. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മല്ലിയില നമ്മൾ പെട്ടെന്നല്ലേ കൊണ്ടുവരുമ്പോൾ ചീത്തയാകുന്നത്. ഇത് നല്ല രീതിയിൽ ഇരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് ഉടനെ തന്നെ അത് വൃത്തിയാക്കി കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ട് നമ്മൾ അത് വെള്ളം കുടഞ്ഞു കളയണം. കുടഞ്ഞു കളഞ്ഞിട്ട് പ്ലാസ്റ്റിക് കവറിനകത്തായിട്ട് കെട്ടി അങ്ങ് വെച്ചാൽ മതി. കെട്ടി അങ്ങ് വെക്കുമ്പോൾ ഒരു 3-4 ആഴ്ച കൂടുതലിരിക്കും.